ഹലോ ഫ്രണ്ട്സ്, ഷാൽബി നിഞ്ചു ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ സ്നോഡോണിയ ട്രിപ്പിൻ്റെ ഡേ 2 and 3 വീഡിയോസാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ കാണിച്ചതുപോലെ ഞങ്ങൾ സ്നോഡോണിയയിലെ മൗണ്ടൻ റെയിൽവേയിലൊക്കെ കയറി അന്ന് നൈറ്റ് ഞങ്ങൾ ഈ കാരവാൻ സൈറ്റിലാണ് താമസിച്ചത്. ഈ കാരവാൻ ലൊക്കേഷൻ നോർത്ത് വെയിൽസിലെ റയൽ കോസ്റ്റിനടുത്തുള്ള ലയൺസ് റോബിൻഹുഡ് കാരവാൻ പാർക്കാണ്. ഇവിടെയാണ് ഞങ്ങൾ 2 ദിവസം സ്റ്റേ ചെയ്തത്. UK-യിലെ മറ്റ് ഹോളിഡേ പാർക്ക് പോലെ തന്നെ ഇവിടെയും കുട്ടികൾക്കും വലിയവർക്കുമായി ഒത്തിരി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസും എൻ്റർടൈൻമെൻറ്റ് ഏരിയാസും ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല റയൽ ബീച്ച് ഇതിന് തൊട്ടടുത്താണ്. അപ്പം ഞങ്ങൾ ഒരു 2nd ഡേ ഫുള്ള് ഈ ഒരു ഹോളിഡേ പാർക്കിലും ബീച്ചിലുമായിട്ടാണ് സ്പെൻഡ് ചെയ്തത്. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗ്രേറ്റ് ഓം മൗണ്ടനിലേക്കാണ്. അവിടെയാണ് ബ്രിട്ടനിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേബിൾ കാർ ജേർണി ഉള്ളത്. 1969 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കേബിൾ കാർ നോർത്ത് വെയിൽസിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ജേർണി ഗ്രേറ്റ് ഓം മൗണ്ടനിൽ തുടങ്ങി ലാൻഡൻലോ പിയറിന് മുകളിലുള്ള ഹാപ്പി വാലി ഗാർഡൻസിലാണ് എൻഡ് ചെയ്യുന്നത്. കേബിൾ കാർ കൂടാതെ ട്രാമും ഇവിടെയുണ്ട്. നമ്മൾ ഈ പോണ വഴിക്ക് തന്നെ ഒത്തിരി ട്രാം ട്രാക്കുകളൊക്കെ കാണാം. ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ ചെന്ന് ക്യാഷ് കൊടുത്ത് മാത്രമേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം 12-13 പൗണ്ടാണ് ഒരു അഡൽറ്റിന് റിട്ടേൺ വരുന്നത്. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ജേർണി 5 മണിക്കാണ് ലാസ്റ്റ് ട്രിപ്പ് ഉള്ളത്. അപ്പം ഇതിനിടയ്ക്ക് ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്ത് വരാം. അപ്പം ഇത് എത്തുന്നത് ലാൻഡൻലോ പിയറിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീ സൈഡ് ലൊക്കേഷനാണത്. അവിടെ നിങ്ങൾക്ക് ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പം ഒരു നേരത്തെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ടൈം നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ടിക്കറ്റുകൾ മാത്രമേ അവർ സെയിൽ ചെയ്യുള്ളൂ. ഞങ്ങൾ ഏകദേശം 11 മണിക്കാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. UK-യിൽ ഫാമിലി ആയിട്ട് ഹോളിഡേ പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് സ്നോഡോണിയ. 3 ദിവസത്തെ ഞങ്ങളുടെ ഈ സ്നോഡോണിയ ട്രിപ്പിൽ വളരെ ചുരുക്ക സ്ഥലങ്ങൾ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ ദിവസം സ്വോളോ ഫോൾസും പോണ്ടി കസാക്ട അക്വഡക്റ്റും കണ്ടു. പിന്നെ മൗണ്ടൻ റെയിൽവേയിലും കയറി. 2nd ഡേയിൽ റയൽ ബീച്ചിലാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. പിന്നെ 3rd ഡേയിൽ കേബിൾ കാറും ലാൻഡൻലോ പിയറിലുമാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. ഈ അട്രാക്ഷൻസിൻ്റെ എല്ലാം ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി നേരത്തെ പ്രീ ബുക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതുമാത്രമല്ല ആ ദിവസങ്ങളിലെ ഇവിടുത്തെ കാലാവസ്ഥ കൂടെ ഒന്ന് നോക്കി വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. കാലാവസ്ഥ മോശമാണെങ്കിൽ മൗണ്ടൻ റെയിൽവേ, കേബിൾ കാർ ഇവിടെയെല്ലാം അവർ അത് ക്ലോസ് ചെയ്യും ആ ദിവസങ്ങളിൽ. സോ അത് നേരത്തെ ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.
അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ലാസ്റ്റ് ട്രിപ്പിന് തിരിച്ചു പോകാനായിട്ട് അവിടെ ക്യൂ നിൽക്കുവാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഒരു വലിയ ഒരു ക്യൂ ആണ്. ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അതുമാത്രമല്ല ഈ വൈകുന്നേരം ആയപ്പോഴത്തേനും ചെറിയൊരു വിൻഡിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് അവർ 2 പേരെ മാത്രമായിരുന്നു കേബിൾ കാറിൽ കയറ്റിയിരുന്നത്. ആദ്യം ഞങ്ങളിങ്ങ് വന്ന സമയത്ത് 4 പേർക്ക് കയറാമായിരുന്നു. തിരിച്ചു പോയപ്പോൾ 2 പേര് വെച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വലിയ ക്യൂ അവിടെ ഇപ്പോൾ ഉണ്ട്. ഒത്തിരി ഉയരത്തിലും ദൂരത്തിലും പോകുന്ന ഒരു കേബിൾ കാർ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കാലാവസ്ഥ വ്യതിയാനം തന്നെ അവർ ഒത്തിരി കൃത്യമായി നോക്കിയാണ് അത് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പം നേരത്തെ തന്നെ ഈ സ്നോഡോണിയയിലെ കാലാവസ്ഥ ക്ലൈമറ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാം. ബൈ.